രജത ജൂബിലിയോടനുബന്ധിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ നടത്തിയത്. ആദ്യമായി 1000 കോടിയിലേറെ രൂപയുടെ വരവും ചെലവും ഉൾക്കൊള്ളുന്ന ബജറ്റിൽ ട്രാവലീറ്ററും മോണോ റെയിലും അടങ്ങുന്ന ബജറ്റിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണെന്നായിരുന്നു ആരോപണം. തൃശൂർ കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷം ആദ്യമായാണ് 1000 കോടി രൂപയിലേറെ വരവ് പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ച ബജറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ വെല്ലുന്ന പദ്ധതികളാണ് ഉൾക്കൊള്ളിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്ക് ഭവനവും വാഗ്ദാനം ചെയ്യുന്നു. ശക്തൻ നഗറിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ട്രാവലേറ്റർ സ്ഥാപിക്കാൻ 20 കോടിയാണ് വകയിരുത്തിയത്. മോണോ റെയിൽ അടക്കമുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. എന്നാൽ ബജറ്റ് തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബജറ്റ് അവതരണത്തിന് പിന്നാലെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷം തുടർ ദിവസങ്ങളിൽ ബജറ്റ് കത്തിച്ചുകൊണ്ടാണ് എതിർപ്പറിയിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ 5 വർഷങ്ങളുടെ ആവർത്തനമാണ്. പുതിയതായൊരു വിഷയമോ വികസന നിർദ്ദേശമോ നികുതി ഇളവ് പ്രഖ്യാപനങ്ങളോ ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഇവർ അവതരിപ്പിച്ചത്. അകത്ത് BJP പിന്നെ ബഡ്ജറ്റിന് പിന്തുണ കൊടുക്കുകയും CPMന് പിന്തുണ കൊടുക്കുകയും പുറത്ത് സമരം ചെയ്യുന്ന ഇരട്ട നിലപാടാണ്, അപഹാസ്യമായ നിലപാടാണ് BJP ഈ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ കോർപ്പറേഷനിൽ സ്വീകരിക്കുന്നത്. ഇത് CPMും BJPയും തമ്മിലുള്ളൊരു ബാന്ധവമാണ് കാണിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, നികുതി വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ബാന്ധവത്തിനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് വികസന നിർദ്ദേശങ്ങളില്ലാത്ത ഈ ബഡ്ജറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് കത്തിച്ചിട്ടുള്ളത്. പദ്ധതികൾ പ്രഹസനമാണെന്നായിരുന്നു BJPയുടെ ആരോപണം. ഒരു സാങ്കല്പിക ബഡ്ജറ്റ് എന്ന് പറയാം, ഹൈപ്പോത്തറ്റിക്കൽ. കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാൽ എലവേറ്റഡ് ഹൈവേ നിർമ്മിക്കും, കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാൽ ഫ്ലൈ ഓവർ നിർമ്മിക്കും, കേന്ദ്ര ഗവൺമെന്റിനോട് ആലോചിച്ചുകൊണ്ട് മോണോ റെയിൽ തുടങ്ങും. പരമ്പര വിഡ്ഢികളുടെ ലോകത്താണ് മേയറും കൂട്ടരും മാർക്സിസ്റ്റ് പാർട്ടിയും നിലകൊള്ളുന്നതെന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം മോണോ റെയിൽ പോലുള്ള പദ്ധതികൾ മെട്രോ സിറ്റിക്ക് യോജിച്ചതാണ്. മെട്രോ സിറ്റി ആകണമെങ്കിൽ 10 ലക്ഷം ജനസംഖ്യ വേണം. 3 ലക്ഷം ജനസംഖ്യയുള്ള തൃശ്ശൂർ നഗരത്തിൽ മോണോ റെയിൽ അപ്രായോഗികമാണ്. ഇവിടെ നമുക്കറിയാം, മേയർ വർഗീസ് എന്ന് പറയുന്ന ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ജനവിരുദ്ധ യുദ്ധം നയിക്കുന്നത്. അതിനെതിരെ സംഘടിതമായി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ശക്തമായി മുന്നോട്ട് വരും. 1215.7 കോടി രൂപ വരവും 1197 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 18.59 കോടി രൂപ നീക്കിയിരിപ്പുണ്ടാകുമെന്നും കണക്കാക്കുന്നു. പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇത് പൂർത്തീകരിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും. ന്യൂസ് മലയാളം, തൃശൂർ.